ഇന്ന് ഞാൻ നമ്മുടെ കളർ വണ്ടി നോക്കി നിന്നിട്ട് കാണാത്തതുകൊണ്ട് KSRTCയുടെ കളർ വണ്ടിയിൽ കയറി ഒരു സ്ഥലം വരെ പോവാണ്. പതിവ് പോലെ എന്റെ കൂട്ടിന് ചേട്ടനും വരുന്നുണ്ട്. അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് KVMന്റെ വണ്ടി ശ്രദ്ധയിൽപ്പെട്ടത്. ചെറുക്കനെ കാണാൻ നല്ല ലുക്ക് ഉണ്ടായിരുന്നു. മെയിന്റനൻസ് പോലും ചെയ്യാത്ത KSRTC ബസ്സിൽ കുറച്ചു ദൂരം യാത്ര ചെയ്തപ്പോൾ എനിക്ക് നല്ല തലവേദന വന്നു. അങ്ങനെ KSRTCയും കുറ്റം പറഞ്ഞ് നമ്മൾ നടന്ന് ലക്ഷ്യസ്ഥാനത്ത് എത്തി. അതെ, നമ്മൾ നേരെ ദിവസം കൊണ്ട് കാത്തിരുന്ന ദിലീപേട്ടന്റെ ബബ്ബ സിനിമ കാണാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. പതിവിലും വിപരീതമായിട്ട് നമ്മൾ ഇന്ന് നേരത്തെ എത്തിയതുകൊണ്ട് കുറച്ചു നേരം വെയിറ്റ് ചെയ്തിട്ടാണ് തിയേറ്ററിന്റെ അകത്ത് കയറി. പടം തുടങ്ങാനുള്ള സമയം ആവാറായി വന്നപ്പോൾ തന്നെ പരസ്യമൊക്കെ ഇട്ട് തിയേറ്ററിനെ ഓണാക്കി. ഇനി മുതൽ അങ്ങോട്ട് സ്പോയിലർ. കുറെ നാളുകൾക്ക് ശേഷം കാണുന്ന ദിലീപേട്ടന്റെ പടം ആയതുകൊണ്ട് തന്നെ ദിലീപേട്ടന്റെ എൻട്രിയുടെ സമയത്ത് തിയേറ്റർ ഒന്ന് കുലുങ്ങി. ഒരു ചെറിയ ലാഗ് പോലും ഇല്ലാതെ വേറെ ലെവൽ കത്തിക്കലൊക്കെ ആയിട്ടാണ് ഫസ്റ്റ് ഹാഫ് തീർന്നത്. ഇന്റർവെല്ലിന്റെ സമയത്ത് പപ്സ് വാങ്ങിക്കാൻ പോയപ്പോൾ സിനിമയെ കുറിച്ച് പറയാൻ ചേട്ടന് നേരമുള്ളൂ. സ്ക്രീനിൽ വരുന്ന ഓരോരുത്തരുടെ അഴിഞ്ഞാട്ടം തന്നെയായിരുന്നു ഫസ്റ്റ് ഹാഫ് വരെ നമ്മൾ കണ്ടത്. ധ്യാൻ ശ്രീനിവാസൻ വരുന്ന ഓരോ സീനും കോമഡി ആയിരുന്നു. ഒടുവിൽ ദിലീപേട്ടന്റെ പടത്തിൽ നമ്മൾ കാത്തിരുന്ന ആ ക്യാമിയോ റോളിംഗ് എത്തി. മലയാള സിനിമയിലെ താരരാജാവിന്റെ അഴിഞ്ഞാട്ടം തന്നെയായിരുന്നു ഈ സിനിമയിൽ നമ്മൾ കണ്ടത്. സിനിമ തുടങ്ങിയത് മുതൽ തീരുന്നത് വരെ തിയേറ്റർ കുലുങ്ങി. സിനിമ കഴിഞ്ഞ് പുറത്തോട്ട് നടക്കുമ്പോഴും സിനിമയെ കുറിച്ച് നമുക്ക് പറയാനുണ്ടായിരുന്നുള്ളൂ. ഈ സിനിമയിൽ ഓരോരോ സീനും ഓരോരോ ക്യാരക്ടറും പ്ലേസ് ചെയ്തിരിക്കുന്ന രീതി അത് വേറെ ലെവൽ തന്നെയാണ്. ദിലീപേട്ടനെ നമ്മൾ എങ്ങനെ കാണാൻ ആഗ്രഹിച്ചോ അതുപോലെ തന്നെ ഈ സിനിമയിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനി പതുക്കെ വീട്ടിൽ പോയി ചോറ് കഴിച്ചിട്ട് വേണം വൈകുന്നേരം അടുത്ത ഷോയ്ക്ക് വരാൻ.